ഈസി ആയിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. പാത്രം വെച്ച് ഇനി ചൂടാവട്ടെ. അപ്പോൾ പാത്രം ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കടുക് പൊട്ടിയിട്ട് നമ്മൾ പടപടാലെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിട്ടെ. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. നിലക്കടല, കാഷ്യൂ. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. കാഷ്യൂം ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അപ്പം എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇനി തീ ഓഫ് ചെയ്യാം. ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല വൃത്തി പൊടിഞ്ഞു പോവാതെ നമ്മൾ മരത്തിൽ തവിയാൻ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു പോവാതെ കിട്ടും. അപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്, എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുള്ള റൈസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് 2 മിനിറ്റ് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കിയാലോ. അപ്പോൾ കിട്ടില്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ, അടിപൊളി. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ നോക്കാൻ മറക്കരുത്. കിട്ടില്ലെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കണം. അപ്പോൾ നമ്മളെ ലെമണിൻ്റെ പുളിയും അതൊക്കെ ഒന്ന് ബാലൻസ് ആയി വരുള്ളൂ. അപ്പം ഉണ്ടാക്കിയാണ് കഴിക്കാൻ പാടില്ല. നമുക്ക് 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിച്ച് നോക്കാം. കിടിലനായിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. മറ്റൊരു അടിപൊളി റെസിപ്പിയിൽ വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ബൈ.